ഏറ്റവും ശക്തമായ നാവികസേന USS എബ്രഹാം ലിങ്കൺ. അതിലെ സൈനികർ സ്വന്തം കപ്പലിൽ തന്നെ ഇപ്പോൾ തടവിലാണ്. അമേരിക്കൻ സൈനിക ശക്തിയുടെ പ്രതീകമാണ് വിമാനവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കൺ. ആയിരക്കണക്കിന് സൈനികർ, നൂറുകണക്കിന് യുദ്ധവിമാനങ്ങൾ, ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും ആക്രമണം എത്തിക്കാൻ കഴിയുന്ന അമേരിക്കൻ സൈനിക ശക്തിയുടെ ഒരു പ്രധാന കേന്ദ്രം. പക്ഷേ ഇന്ന് ഈ കപ്പലിനെ കുറിച്ച് പുറത്തു വരുന്ന വാർത്തകൾ മറ്റൊരു ചിത്രമാണ് വരച്ചു കാട്ടുന്നത്. യുദ്ധഭൂമിയിൽ നിന്ന് വെടിയൊച്ചകൾ കേൾക്കുന്നതിനേക്കാൾ ഭയപ്പെടുത്തുന്നതാണ് ഇപ്പോൾ കപ്പലിനുള്ളിൽ നിന്ന് ഉയരുന്ന പരാതികൾ. മാസങ്ങളായി കര തൊടാതെ കടലിൽ തുടരുന്ന നാവികർ, തുടർച്ചയായ യുദ്ധ ദൗത്യങ്ങൾ, കഠിനമായ ജോലി, ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചുള്ള പരാതികൾ, മാനസിക സമ്മർദ്ദം. അതിനൊടുവിൽ ചില നാവികർ കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടാൻ പോലും ശ്രമിച്ചെന്ന റിപ്പോർട്ടുകളും വരുന്നു. USS എബ്രഹാം ലിങ്കണിൽ ഏകദേശം 5000 സൈനികരും നാവികരും ഉൾപ്പെടുന്നുണ്ട്. 2025 നവംബറിൽ ആരംഭിച്ച ഡിപ്ലോയ്മെന്റ് പിന്നീട് മിഡിൽ ഈസ്റ്റിലെ സൈനിക നടപടികൾക്കായി നീണ്ടുപോയി. ആദ്യം അവസാനിക്കുമെന്ന് പ്രതീക്ഷിച്ച ഡിപ്ലോയ്മെന്റ് പിന്നീട് വീണ്ടും നീണ്ടു. ഇപ്പോൾ കപ്പൽ മാസങ്ങളായി കടലിലാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ലിങ്കൺ തുടർച്ചയായി ഏകദേശം 260 ദിവസത്തോളം കര തൊടാതെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത്രയും നീണ്ട ഡിപ്ലോയ്മെന്റ് ഒരു സാധാരണ സൈനിക ദൗത്യമല്ല. ഒരു യുദ്ധക്കപ്പലിൽ ജോലി ചെയ്യുക എന്നത് തന്നെ വലിയ മാനസികവും ശാരീരികവുമായ സമ്മർദ്ദമാണ്. അതിനു പുറമെ നിങ്ങൾക്ക് എപ്പോൾ വീട്ടിലേക്ക് മടങ്ങാനാകും എന്ന് പോലും വ്യക്തമായി അറിയില്ലെങ്കിൽ അവസ്ഥ കൂടുതൽ ഗുരുതരമാകും. ഇവിടെയാണ് USS എബ്രഹാം ലിങ്കണെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ വിവാദം തുടങ്ങുന്നത്. നാവികരുടെ കുടുംബങ്ങൾ പറയുന്നത് കപ്പലിലെ സാഹചര്യങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണെന്നാണ്. ഭക്ഷണത്തിന്റെ ലഭ്യതയെക്കുറിച്ചും വെള്ളത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചും കപ്പലിലെ താമസ സൗകര്യങ്ങളെക്കുറിച്ചും പരാതികൾ ഉയർന്നിട്ടുണ്ട്. ചില കുടുംബങ്ങൾ കപ്പലിലെ ഷവർ സൗകര്യങ്ങൾ പോലും മോൾഡ് ഉണ്ടാക്കിയിരുന്നുവെന്ന് ആരോപിക്കുന്നു. എന്നാൽ ഇതിലും ഗുരുതരമായ ആരോപണം മറ്റൊന്നാണ്. ഒരു നാവികൻ കടലിലേക്ക് ചാടാൻ ശ്രമിച്ചപ്പോൾ മറ്റൊരു സഹപ്രവർത്തകൻ അത് തടഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. മറ്റൊരു നാവികൻ ജമ്പ് അറ്റംപ്റ്റ് നടത്തിയതിനു ശേഷം മെഡിക്കൽ ഹോൾഡിലാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇവയെല്ലാം സ്ഥിരീകരിച്ച മുഴുവൻ കണക്കുകളല്ല. അമേരിക്കൻ നേവി ഇതുവരെ ഇത്തരം സംഭവങ്ങളുടെ കൃത്യമായ എണ്ണം പരസ്യപ്പെടുത്തിയിട്ടുമില്ല. ഇപ്പോൾ ലഭ്യമായ വിശ്വസനീയമായ റിപ്പോർട്ടുകൾ ഒരു മ്യൂട്ടിനി സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ അതിനർത്ഥം പ്രശ്നമില്ല എന്നല്ല. പ്രശ്നം വളരെ ഗൗരവമുള്ളത് തന്നെയാണ്. കാരണം ഒരു സൈനികന്റെ മാനസികാരോഗ്യം തകരുന്നത് യുദ്ധഭൂമിയിലെ ആയുധക്കുറവിനേക്കാൾ ചെറിയ പ്രശ്നമല്ല. ഒരു വിമാനവാഹിനി കപ്പലിൽ ഓരോ വ്യക്തിക്കും നിർണായകമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു ഫൈറ്റർ ജെറ്റ് ലോഞ്ച് ചെയ്യുന്നത് മുതൽ എയർക്രാഫ്റ്റ് റിക്കവറി വരെ, വെപ്പൺസ് ഹാൻഡ്ലിംഗ് മുതൽ നേവിഗേഷൻ വരെ, എഞ്ചിനീയറിംഗ് മുതൽ സെക്യൂരിറ്റി വരെ. ഒരു വ്യക്തിയുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടാൽ പോലും അതിന്റെ പ്രത്യാഘാതം വലിയതായിരിക്കും. അതിനാൽ മാസങ്ങളോളം തുടർച്ചയായ സമ്മർദ്ദത്തിൽ കഴിയുന്ന ആയിരക്കണക്കിന് സൈനികരുടെ മാനസികാരോഗ്യം ഒരു സ്വകാര്യ പ്രശ്നമല്ല. അത് സൈനിക സുരക്ഷയുടെ തന്നെ ഭാഗമാണ്. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം കൂടി മനസ്സിലാക്കണം. USS എബ്രഹാം ലിങ്കൺ ഈ യുദ്ധത്തിൽ ഒരു സാധാരണ കപ്പലല്ല. ഇറാനെതിരായ അമേരിക്കൻ സൈനിക നടപടികളിൽ നിർണായക പങ്കുവഹിച്ച പ്ലാറ്റ്ഫോമാണ് ലിങ്കൺ. വിമാനങ്ങൾ പറത്താനും ആക്രമണങ്ങൾ നടത്താനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും കഴിയുന്ന ഫ്ലോട്ടിംഗ് മിലിറ്ററി ബേസ്. അതായത് ഈ കപ്പലിലുള്ള സൈനികർ വെറും യുദ്ധം കാണുന്നവരല്ല, അവർ യുദ്ധത്തിന്റെ ഭാഗം തന്നെയാണ്. രാത്രിയും പകലും ഓപ്പറേഷൻസ്, വിമാനങ്ങളുടെ തുടർച്ചയായ മൂവ്മെന്റ്, ആക്രമണ ഭീഷണി, മിസൈല്, ഡ്രോൺ ആക്രമണങ്ങളുടെ സാധ്യത, അതിനൊക്കെ മുകളിൽ വീട്ടിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കഴിയേണ്ടി വരുന്നു. ഇതെല്ലാം മാസങ്ങളോളം തുടരുമ്പോൾ മനുഷ്യന്റെ മെന്റൽ ലിമിറ്റ് എവിടെ വരെയാണ്? അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന ചോദ്യം. ഇതിനിടെ അമേരിക്കൻ രാഷ്ട്രീയത്തിലും ഈ വിഷയത്തിൽ സമ്മർദ്ദം ഉയരുകയാണ്. US സെനേറ്റർ റിച്ചാർഡ് ബ്ലൂമെന്താൽ പ്രതിരോധ നേതൃത്വത്തോട് USS എബ്രഹാം ലിങ്കന്റെ നീണ്ട ഡിപ്ലോയ്മെന്റ് സംബന്ധിച്ച് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുടുംബങ്ങൾക്കും നേവി നേതൃത്വത്തിനുമിടയിൽ കൂടുതൽ വ്യക്തമായ ആശയവിനിമയം വേണമെന്ന ആവശ്യവും ഉയരുന്നു. കാരണം ഒരു സൈനികന്റെ കുടുംബത്തിന് ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം യുദ്ധഭീഷണി മാത്രമല്ല, തങ്ങളുടെ പ്രിയപ്പെട്ടവർ എങ്ങനെയുണ്ട് എന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥ തന്നെയാണ്. ഇവിടെ മറ്റൊരു വലിയ ചോദ്യം കൂടി ഉയരുന്നു. ഒരു രാജ്യത്തിന്റെ യുദ്ധതന്ത്രം വിജയിപ്പിക്കാൻ സൈനികരെ എത്രത്തോളം വരെ സമ്മർദ്ദത്തിലാക്കാം?
യുദ്ധം നീണ്ടു പോകുമ്പോൾ അതിന്റെ വില പണത്തിലും ആയുധങ്ങളിലും മാത്രം അളക്കാനാകുമോ? അല്ല, ആ വില മനുഷ്യരിലും അളക്കണം. വീട്ടിൽ കാത്തിരിക്കുന്ന കുടുംബങ്ങളിലും മാസങ്ങളായി കടലിൽ കഴിയുന്ന സൈനികരുടെ മനസ്സിലും അവരുടെ ഉറക്കമില്ലാത്ത രാത്രികളിലും അവരുടെ ഭയങ്ങളിലും അവരുടെ മാനസിക ക്ഷീണത്തിലും. അതുകൊണ്ട് USS എബ്രഹാം ലിങ്കനെ ചുറ്റിപ്പറ്റിയുള്ള ഇപ്പോഴത്തെ സംഭവങ്ങളെ അമേരിക്കൻ നേവി റിവോൾട്ട് എന്നൊറ്റ വാക്കിൽ ഒതുക്കുന്നത് ശരിയല്ല. പക്ഷേ അതിനെ വെറും ചെറിയ മൊറാൽ ഇഷ്യൂ ആയി കാണുന്നതും അപകടകരമാണ്. കാരണം ഒരു സൈന്യത്തിന്റെ ശക്തി അതിന്റെ മിസൈലുകളിലും വിമാനങ്ങളിലും മാത്രമല്ല, ആ ആയുധങ്ങൾ നിയന്ത്രിക്കുന്ന മനുഷ്യരുടെ മനസ്സിന്റെ ശക്തിയിലും കൂടിയാണ്. ഇന്ന് USS എബ്രഹാം ലിങ്കണിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ അമേരിക്കയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പും അത് തന്നെയാണ്. ഇറാനെതിരായ യുദ്ധം എത്ര കാലം തുടരും എന്നത് ഒരു രാഷ്ട്രീയ തീരുമാനമായിരിക്കാം. പക്ഷെ ആ യുദ്ധം തുടരാൻ അതിന്റെ മനുഷ്യ വിഭവ ശേഷിക്ക് എത്രത്തോളം വില നൽകേണ്ടി വരും എന്നതും മറ്റൊരു ചോദ്യമാണ്.